കേട്ടിട്ടുണ്ട് പന്നിയിറച്ചി നല്ല രുചിയുള്ള മാംസമാണ്. അത് കഴിക്കേണ്ടവർക്ക് കഴിക്കാം, കഴിക്കാത്തവർക്ക് കഴിക്കാതിരിക്കാം. അതൊരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. ഞാൻ കഴിക്കാറില്ല. എൻ്റെ ഒരു ട്രഡീഷൻ എന്നെ അതിന് അനുവദിക്കുന്നില്ല. അത് മാത്രമല്ല, അതങ്ങനെ ശീലിച്ചുകൊണ്ട് ഞാനത് കഴിക്കുന്നില്ല. ഇപ്പം നായയുടെയും പട്ടിയുടെയും ഇറച്ചി നമ്മൾ തിന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പന്നിയിറച്ചി കഴിക്കാറില്ല. കാരണം പന്നിയിറച്ചി കഴിച്ച് തുടങ്ങണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം അതിൽ അത്യാവശ്യം നല്ല കലോറി ഉണ്ട്. പന്നിയിറച്ചിയെക്കുറിച്ച് പറയുമ്പം എനിക്ക് ബൈബിളിലൊരു പഴയ നിയമത്തിലെ ഏതാനും വരികളാണ് ഓർമ്മ വരുന്നത്. ഈ പഴയ നിയമം ശരിക്കും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തികളെന്ന ജൂത സമൂഹവും പഴയ നിയമത്തിലെ പല നിയമങ്ങളും പുതിയ നിയമങ്ങളായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിനും നിഷിദ്ധമായ ഒരു ഭക്ഷ്യവസ്തുവായിട്ടാണ് പന്നിയിറച്ചി കാണുന്നത്. ബൈബിളിൽ പറഞ്ഞൊരു ലേവ്യ പുസ്തകം 11-ാം അധ്യായം 7-8 പ്രകാരത്തിലാണ് ഈ പറയുന്നത്. പന്നിയും കഷ്ടം ചവച്ചാലും അതിൻ്റെ കവിളുകൾ പിളർന്നിട്ടില്ല. അവൻ നിങ്ങൾക്ക് അശുദ്ധൻ. അതിൻ്റെ മാംസം നിങ്ങൾ കഴിക്കരുത്. അതിൻ്റെ കൂർത്തുകൂടാതെ നിങ്ങൾ സ്പർശിക്കരുത്. അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും. ഒരുപക്ഷെ ഈ നിയമമായിരിക്കാം ജൂത സമൂഹത്തെയും ഇസ്ലാമിക സമൂഹത്തെയും പന്നിയിറച്ചി കഴിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത്. അപ്പോൾ ഇന്ന് പന്നിയിറച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നിപ്പോൾ പന്നിയിറച്ചി തീറ്റ ചാലഞ്ചൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാതന്ത്ര്യമാണ്. ഓരോ സംഘടനക്കും അവരുടെ സ്വാതന്ത്ര്യമാണ്. വിമർശിക്കാനൊന്നും ഞാൻ ആളല്ല. പിന്നെ പന്നിയിറച്ചിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പന്നിയിറച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പന്നിയിറച്ചി എന്ന് ആലോചിക്കുമ്പോഴേക്ക് നാവ് രുചി ഊറുമ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് പന്നിയിറച്ചി. രുചിക്ക് അഡിക്റ്റഡായി നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനേക്കാളും കൊഴുപ്പടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. പ്രത്യേകിച്ച് ഹൃദ്രോഗമുള്ളവർ, മറ്റ് പല ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർ, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. അവസാനം ഇതുപോലെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളോ ഹൃദ്രോഗമോ വരുമ്പം എൻ്റെ പന്നിയിറച്ചി എന്നെ ചതിച്ചേ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് കേട്ടോ. പന്നിയിറച്ചി ഇങ്ങോട്ട് തുറന്ന് ഇതാ മോനെ പിടിച്ചോ, നിൻ്റെ രുചിക്ക് ഇതാ നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുമ്പം ആ പന്നിയിറച്ചി നിങ്ങൾക്ക് കൂടെ മറ്റ് 2 ഗിഫ്റ്റുകൾ കരുതുന്നുണ്ട്. 1 അമിതവണ്ണം, 2 ഹൈ കൊളസ്ട്രോൾ, പിന്നെ കുറച്ച് ശരീരത്തിനുണ്ടാക്കുന്ന പാരസൈറ്റുകളും അതിനുള്ളിലുണ്ടായിരിക്കാം. ട്രിക്കനെല്ല സ്പൈറാലിസ് എന്ന് പറയുന്നൊരു പാരസൈറ്റാണ് അതിലൂടെ കൂടുതൽ വരിക കേട്ടോ. പിന്നെ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം അതിൻ്റെ പന്നിയിറച്ചി കഴിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് സാൾട്ടും അടങ്ങിയിട്ടുണ്ട്. അത് ചിലപ്പം രക്തസമ്മർദ്ദമായിരിക്കും നിങ്ങൾക്ക് പകരം തരുന്നത് കേട്ടോ. പന്നിമാംസം പ്രത്യേകിച്ച് വറുത്തെടുത്തിട്ട് കൊണ്ട് കഴിക്കുമ്പം ഒന്ന് ഓർക്കണേ, അതിൽ അത്യാവശ്യം നല്ല കലോറി ഉണ്ട്. 240 തൊട്ട് 250 കലോറി പെർ 100 ഗ്രാം പന്നിമാംസത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പന്നിമാംസത്തെക്കുറിച്ച് ഉള്ള അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ.